ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പെരുന്നാളൊക്കെ ചങ്ങായോന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടേ, നമുക്ക് പോയാലോ? കോസ്റ്റ്യൂം ഒക്കെ മാറ്റണല്ലേ? 10 മിനിറ്റ് പോവല്ലേ. ഈ വരുന്നതാണ് കേട്ടോ കുണുവാവല്ല വിഷ്ണു സിപി. അങ്ങനെ കുണുവാവൻ ഞാനും കൂടി ഫസ്റ്റ് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ലൊക്കേഷൻ ഇട്ട് പോകാൻ തുടങ്ങി കേട്ടോ. ഇന്റെ പടച്ചോനെ വെയിൽ എന്ന് പറഞ്ഞാൽ ജാതി വെയിൽ, കണ്ണും തുറക്കാൻ വയ്യ ഗൈസ്. വല്ലാതെ. ഇതാണ് ഇസ്മായിലിന്റെ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് പോകാൻ പോണേ. എല്ലാവരും പെരുന്നാളിന് ഫസ്റ്റ് വിളിക്കൽ ഇസ്മായിലാണ് കേട്ടോ. പെരെ കയറിയപ്പോൾ തന്നെ ഇസ്മായിൽ പ്ലേറ്റ് എടുത്ത് നമുക്ക് ബിരിയാണി വിളമ്പാൻ തുടങ്ങി കേട്ടോ. നമ്മളെ കുണുവാവിന്റെ പ്ലേറ്റ് ഉണ്ടാ വേഗം കയറി കേട്ടോ. മാഷാല്ലാ, നല്ല അടിപൊളി ബിരിയാണിയും പിന്നെ ബീഫ് ചില്ലി പിന്നെ പറയണ്ടല്ലോ, അടിപൊളി എണ്ണു റാത്തായി വേറെ നിറഞ്ഞു. മാഷാല്ലാ, അങ്ങനെ സ്പൂണിൽ ആറ്റും കൊടുത്ത് നമ്മൾ അടുത്ത ചങ്ങാൻ്റെ പേരേക്ക് വിട്ടിട്ടോ. അതായത് നമ്മളെ ഡെവലപ്പർ റാഷിന്റെ വീട്ടിൽ. റാഷിന്റെ നമ്മളെ കാത്ത് പേരേന്റെ പുറത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ചെറുക്കനാണെങ്കിൽ പെരുന്നാക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാൾ കൂടിയിട്ട് നിൽക്കുന്നുണ്ടോ. ഞാനെന്നെ മോട്ടറാക്കി, ചെറുക്കനാണ് മോട്ടറായി. വല്ലാത്ത ആദ്യം ആ പൊലിവോക്കി ഗൈസ്. ഓനെ ചെറിയുണ്ട് ചെറുക്ക്. പിന്നെ മോട്ടറായ പൊലിവിൽ ഓരോന്നായിട്ട് ഫുഡ് ഐറ്റംസ് മേശപ്പുറത്ത് കൊടുന്നൊക്കെ തുടങ്ങിട്ടോ. ലാസ്റ്റ് പിന്നെ വിളമ്പി തരാൻ തുടങ്ങിട്ടോ. മാഷാല്ലാ, അങ്ങനെ നമ്മളെ പിന്നെ ഫുഡ് ഒക്കെ തുടങ്ങിട്ടോ. വിഷ്ണു സിപ്പിനൊക്കെ ചെറിയ കാണണം. പഴയ കാലത്ത് നാടമ്പൾ എത്തിക്കൂലേ, അതേപോലെ ഉണ്ട്. അങ്ങനെ മന്തിക്ക് തിന്നപ്പോൾ റാഷിന്റെ പേരെ തന്നെ മാങ്ങയൊക്കെ പൊട്ടിച്ചെന്നിട്ടോ. പഴുത്ത മാങ്ങ അടിപൊളി. ഇന്റെ പേരെ പിന്നെ ചക്കി മാങ്ങുന്നില്ല, തന്നെ ചക്കി മാങ്ങയും കണ്ട പിന്നെ ഞാൻ വെറുതെ വിടിട്ടോ. റാഷി പിന്നെ പഴയ പഠിപ്പിട്ടോ ഗൈസ്, ട്രോഫി ഒക്കെ കണ്ടോ. അങ്ങനെ റാഷിക്ക് ടാറ്റിങ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. തിരിച്ചു വരുമ്പോൾ അത് ശ്രദ്ധിച്ചത് എന്തോ ഒരു ചെടി മറ്റേ വള്ളിയായിട്ട് തൂക്കിടാൻ പറ്റിയതേ. ഇതും കൊണ്ട് എന്റെ പേരെ കയറി ഇപ്പോൾ ഒരാളിനെ ആട്ടുന്ന ഉറപ്പാണ്. പക്ഷേ റൂമിലൊക്കെ ഞാൻ അടിപൊളിയാവും. പിന്നെ ഒന്നും നോക്കില്ല, പൊട്ടിച്ചെടുത്തു. എന്താ ചെയ്യാ, എൻ്റെ ഏറ്റവും വലിയ പ്രാന്താണ് ഈ ചെടി വെക്കല്, അതും റൂമിൽ. എന്താ ചെയ്യാ. അങ്ങനെ ചെടി കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ നേരെ പേരേക്ക് ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ബാക്കി നാളെ